തുർക്കിയിൽ വെച്ച് റഷ്യയുടെയും യുക്രൈനിന്റെയും പ്രതിനിധികൾ തമ്മിൽ നടത്തിയ ചർച്ചകൾ അവസാനിച്ചു. വെടിനിർത്തൽ കരാറിലെത്താൻ ഈ ചർച്ചയിലും ഇരു രാജ്യങ്ങൾക്കും കഴിഞ്ഞിട്ടില്ലെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. വെടിനിർത്തൽ വ്യവസ്ഥകൾ പലതും ഇരു രാജ്യങ്ങൾക്കും അംഗീകരിക്കാൻ കഴിയാതിരുന്നതോടെയാണ് തുർക്കിയിൽ നടന്ന ചർച്ചയിലും തീരുമാനമാകാതെ പിരിഞ്ഞത്. ബുധനാഴ്ച നടന്ന യോഗത്തിൽ പ്രധാനമായും തടവുകാരെ കൈമാറുന്നതിനെക്കുറിച്ചായിരുന്നു ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തത്. 40 മിനിറ്റ് മാത്രമായിരുന്നു ചർച്ചയെന്നും ശത്രുത അവസാനിപ്പിക്കുന്നതിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ലെന്നും യുക്രൈന്റെ പ്രതിനിധി റെസ്റ്റം ഉമറോവ് പറഞ്ഞു. ഓഗസ്റ്റ് അവസാനത്തോടെ യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്താനും യുക്രൈൻ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യം റഷ്യ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഒരു കരാറിലെത്തുക എന്നതാണ് പ്രധാനമെന്ന് റഷ്യയുടെ പ്രതിനിധി വ്ളാഡിമിർ മെഡൻസ്കി പറഞ്ഞു. 50 ദിവസത്തിനുള്ളിൽ ഒരു സമാധാന കരാറിലെത്തിയില്ലെങ്കിൽ റഷ്യയ്ക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കും മേൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് തുർക്കിയിൽ വെച്ച് ഇരു രാജ്യങ്ങളും ചർച്ചയ്ക്ക് തയ്യാറായത്. ഇരുവശത്തു നിന്നുമായി കുറഞ്ഞത് 1200 യുദ്ധ തടവുകാരെയെങ്കിലും കൈമാറാനുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടർന്നാൽ ഇന്ത്യക്കും ചൈനയ്ക്കും ബ്രസീലിനും 500% തീരുവ ചുമത്തുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം US സെനറ്റർ ഭീഷണി മുഴക്കിയത്. റഷ്യൻ എണ്ണ വാങ്ങുന്ന ചൈന, ഇന്ത്യ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് താരിഫ് ചുമത്താൻ പോവുകയാണ്. യുക്രൈൻ റഷ്യ യുദ്ധം തുടരാൻ അനുവദിച്ചുകൊണ്ട് എണ്ണ വാങ്ങുന്നത് തുടരുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ നിലംപരിശാക്കുകയും നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയും ചെയ്യുമെന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ US സെനറ്റർ പറഞ്ഞിരുന്നു. റഷ്യയുടെ അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ ഏകദേശം 80% ഈ 3 രാജ്യങ്ങളാണ് വാങ്ങുന്നതെന്നും ഇതാണ് പുടിന്റെ യുദ്ധതന്ത്രത്തെ സഹായിക്കുന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. റഷ്യൻ പ്രസിഡന്റിനും ഗ്രഹാം മുന്നറിയിപ്പ് നൽകിയിരുന്നു. പുടിൻ മുൻ സോവിയറ്റ് യൂണിയൻ പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി.